ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ തലപൊക്കുന്നതാണ് നാം കാണുന്നത്. അത് സൈനികപരമായും മറ്റു വിദേശകാര്യ വിഷയങ്ങളിലും അനാവശ്യമായ അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തി മേഖലയിലെ എല്ലാ പാക് പോസ്റ്റുകളും ഇന്ത്യ തകർത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ആർഎസ്പുര സെക്ടറിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഈ പാകിസ്ഥാൻ സൈനികരുടെ ഭാഗത്തു നിന്ന് വെടിയുതിർക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, പാകിസ്ഥാൻ ഇങ്ങോട്ട് 2 വെടിവെക്കുകയാണെങ്കിൽ തിരിച്ച് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് നിലവിൽ ഇന്ത്യൻ സൈനികർക്ക് വ്യക്തമാണ്. മുൻകാലങ്ങളിൽ ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ ഡൽഹിയിൽ വിളിച്ച് അനുവാദം വാങ്ങി അവിടെ നിന്നും പല തട്ടുകളായി തിരിഞ്ഞ് നാം കാത്തിരിക്കണം പാകിസ്ഥാനെ ഒരു തിരിച്ചടി നൽകണമെങ്കിൽ. ഇപ്പോൾ അങ്ങനത്തെ രീതിയല്ല. ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ തിരിച്ച് അടിക്കുക എന്നത് സൈനികരുടെ കർത്തവ്യമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കൃത്യമായി തന്നെ ഇന്ത്യയുടെ സൈനികർ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമാത്രമല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അങ്ങ് ലണ്ടനിൽ എത്തി വീണ്ടും ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുകയാണ്. കാശ്മീരിലെ പ്രശ്നം അവസാനിക്കാതെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല, ഇന്ത്യയുമായി സൗഹൃദത്തിന് തയ്യാറല്ല എന്ന്. അതിന് ആരാണ് ഈ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇന്ത്യക്ക് ചർച്ച ചെയ്യാൻ മുട്ടി നിൽക്കുന്നു എന്നത്? ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളൊരു ഭീകര രാഷ്ട്രമാണ്, നിങ്ങൾ ഭീകരവാദികൾക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്നു, അവർക്ക് ആയുധ പരിശീലനം നൽകുന്നു. അതുകൊണ്ട് തന്നെ ആ ഭീകരവാദ രാജ്യവുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നത് ഇന്ത്യ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഷെരീഫ് പറയുന്നത് ഇതാണ് പാകിസ്ഥാൻ എന്നൊരു കോമാളി രാജ്യം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും പറയുകയാണ് തങ്ങളാണ് വിജയിച്ചതെന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ നടന്ന ഒരു 2020 മത്സരമുണ്ടല്ലോ, ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട അവരുടെ ബോളർ, ഫേസ് ബോളർ തന്നെ ഇന്ത്യൻ ആരാധകർക്കിടയിൽ നിന്ന് ആ ആക്ഷൻ കാണിക്കുകയാണ്. ഇന്ത്യയുടെ 6 വിമാനങ്ങൾ തകർന്നു എന്നത്. ഇന്ത്യയുടെ 6 വിമാനങ്ങൾ തകർന്നു എന്നത് ഇത് തുടക്കം ആരംഭിക്കുന്ന അവരുടെ പ്രതിരോധ മന്ത്രിയാണ്. ഈ പ്രതിരോധ മന്ത്രിയോട് അന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് 6 വിമാനങ്ങൾ തകർന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് തെളിവെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുവെന്ന്. ഇത്തരത്തിലാണ് ഒരു മണ്ടൻ പ്രതിരോധ മന്ത്രിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകളും അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുക. ആദ്യം ഇന്ത്യ ഈ സിന്ധു നദീ കരാറിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് അന്ന് വാർത്തകൾ വന്നപ്പോഴേക്കും അവിടുത്തെ നേതാക്കൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പുറകോട്ട് പോയാൽ ഇന്ത്യ ആണവായുധം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്ന്. പിന്നെ ഇന്ത്യ പുറകോട്ട് പോയി. അതോടൊപ്പം തന്നെ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന്. ഇന്ത്യ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആക്രമിച്ചില്ലേ? വീട്ടിൽ നിന്ന് ആക്രമിച്ചപ്പോൾ അത് തിരിച്ചടി നൽകാനായി ഇറങ്ങിയ നിങ്ങളുടെ അവസ്ഥയോ? എത്ര എയർബേസുകൾ തകർന്നു. അങ്ങനെ എല്ലാ അടിയും വാങ്ങിയെങ്കിലും ഈ തോറ്റിട്ടും അവരുടെ ആത്മവിശ്വാസം സമ്മതിക്കണം. അത് കായിക മേഖലയിലായാലും സാമ്പത്തികമായാലും സൈനികമായാലും വിദേശകാര്യമായാലും അങ്ങനെ എല്ലാ മേഖലയിലും പരാജയപ്പെട്ടിട്ടും പറയുകയാണ് ഞങ്ങൾ വിജയിച്ചു എന്നത്. ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അവർക്ക് തന്നെ അറിയാം. ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ കഴിയില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും ഇറങ്ങിത്തിരിക്കും. അത് ഇനി അവരുടെ ആ നാട്ടിലെ മതവിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും. മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് എത്താമെന്നാണല്ലോ അവരുടെ മതം പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ മരണപ്പെടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിരിക്കും ഇന്ത്യയെ ഇത്തരം പ്രകോപിപ്പിക്കുകയും ഇന്ത്യയുടെ തിരിച്ചടിയിൽ കുറെ എണ്ണം തീരുകയും ചെയ്യുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം വന്നിട്ടുണ്ടല്ലോ, ജെയ്ഷെ മുഹമ്മദ് തന്നെ ഇപ്പോൾ ഫണ്ട് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പേര് മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തരിപ്പണമായില്ലേ? അന്ന് എന്തെല്ലാം വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയെ അങ്ങ് തീർത്ത് കളയും, കാശ്മീർ പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചവരെല്ലാം എവിടെയാണ്? മാളത്തിൽ ഒളിച്ചില്ലേ? അവരുടെ ബന്ധുക്കൾ കാലപുരിയിലേക്ക് പോയില്ലേ? ആ രീതിയിലാണ് ഇന്ത്യ ഓരോ നാളും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഒരു ഭാവിയിൽ ചൈനയുമായോ അമേരിക്കയുമായോ പോരാടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് ഒരു പീറ രാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. അതെന്തായാലും ഇന്ത്യ കാര്യമായി എടുക്കുന്നില്ല. ഇന്ത്യ ഒരു തമാശ രൂപേണയാണ് എടുക്കുന്നത്. അത് നമ്മുടെ സൈനിക മേധാവികളുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉള്ള പ്രസ്താവനകളിലൂടെ തന്നെ മനസ്സിലാകുമല്ലോ. പാകിസ്ഥാനൊന്നും
ഒരു ഇന്ത്യയുടെ ഒരു ശത്രുവായി പോലും ഇന്ത്യ കണക്കാക്കുന്നില്ല, ഇന്ത്യ സൈനികർ കാണുന്നില്ല. അവർ എത്ര സൈനിക മേധാവികൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാകിസ്ഥാനെതിരെ, പാകിസ്ഥാൻ ഒരു വിഷയമല്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ 3 രാജ്യങ്ങൾക്കെതിരെയാണ് പോരാടിയതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചൈനയും അതോടൊപ്പം തന്നെ തുർക്കിയും പാകിസ്ഥാനും അടക്കമുള്ളവർ ചേർന്നിട്ട് പോലും പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലൂടെ തന്നെ വ്യക്തമാകും. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ ഇതിനേക്കാൾ കഷ്ടമാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ആ പാകിസ്ഥാനാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വീണ്ടും അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കുന്നത്. ഇത് ആ രാജ്യത്തിന് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇനി ഇത്തരം ധൈര്യം വന്നത് സൗദി അറേബ്യയുമായുള്ള കരാറിന്റെ പശ്ചാത്തലത്തിലാണോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൗദി അറേബ്യയുമായി വലിയ രീതിയിൽ കരാറിന് പിന്നാലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുകയാണ്, ഇനി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യമായി സഹായം നൽകാൻ ഇറങ്ങുന്ന രാജ്യം സൗദി അറേബ്യ ആയിരിക്കുമെന്ന്. സൗദി അറേബ്യ എന്ത് സഹായം നൽകാനാണ്? ആ രാജ്യമേ അമേരിക്കയുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോകുന്നു. അമേരിക്കയുടെ സൈനികരെ കണ്ടാണല്ലോ ആ രാജ്യം നിവർന്നു നിൽക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ മുന്നിൽ കാട്ടിയിട്ടാണ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത്. അദ്ദേഹം ഞാൻ തുടക്കം സൂചിപ്പിച്ചല്ലോ, ആ പ്രതിരോധ മന്ത്രി വെറും തമാശയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം തമാശകൾ പറയുന്നത് തന്നെ ഇന്ത്യക്കാർക്ക് ചിരിക്കാൻ നൽകുന്ന ഒരു വക നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യ അത് പിൻവലിച്ചിട്ടുണ്ട്. ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ വീണ്ടും ഇന്ത്യ ആ കരാറിൽ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ അനങ്ങിയിട്ടുണ്ടോ? ഇന്ത്യ അത് പരിഗണിക്കുന്നുണ്ടോ? അതാണ് ഇന്ത്യ ഓരോ വർഷവും സാമ്പത്തികമായി സൈനികപരമായും വളരുമ്പോൾ ആ രാജ്യത്തിന്റെ അവസ്ഥയോ? ആ രാജ്യം പല കഷ്ണങ്ങളായി പിളരാൻ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ആ പാകിസ്ഥാൻ ആർമിയെ കൊലപ്പെടുത്തുന്നത് അവിടുത്തെ ബലൂചിസ്ഥാൻ പോരാളികളാണ്. ബലൂചിസ്ഥാൻ പോരാളികൾ നിരന്തരം അവിടെ പാകിസ്ഥാൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുകയല്ലേ. ഇടക്കാലത്ത് അവരെ ഭീകര പ്രസ്ഥാനമായി പ്രഖ്യാപിക്കാനായി, ബലൂചിസ്ഥാൻ ആർമിയെ ഭീകര പ്രസ്ഥാനമായി പ്രഖ്യാപിക്കാനായി ഐക്യരാഷ്ട്രസഭയിൽ ഓടിയെത്തി. അവിടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഫ്രാൻസും അമേരിക്കയും UK അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെതിരായി നിന്നു. അവർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല ബലൂചിസ്ഥാൻ ആർമി എന്ന് അവർ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം നീക്കങ്ങൾ ഉണ്ടാകുമോ അവിടെയെല്ലാം തിരിച്ചടി. പിന്നീട് നാം ചൈനയിൽ കണ്ടല്ലോ, ഈ പുട്ടിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അങ്ങനെ ഉണ്ടല്ലോ, പുട്ടിനുമായി കൈകൊടുത്തിട്ട് പറയും നരേന്ദ്രമോദിയെ പിന്നെ പുട്ടിൻ അവഗണിച്ചു, പാകിസ്ഥാനെ സ്വീകരിച്ചു എന്നായിരിക്കും പാകിസ്ഥാനിൽ വാർത്ത നൽകുന്നത്. അത്തരമൊരു വാർത്ത നൽകാനായി പുട്ടിന്റെ മുന്നിൽ പോയി നിന്ന് അദ്ദേഹം മൈൻഡ് പോലും ചെയ്തില്ല, അവഗണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കാരണം പുട്ടിനായാലും ചൈനയ്ക്കായാലും അറിയാം, ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വേഗത്തിൽ സാമ്പത്തികമായി വളരുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഈ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന, ഭീകരവാദികൾക്ക് പരിശീലനം നൽകുന്ന, അവർക്ക് ഫണ്ട് നൽകുന്ന ഒരു രാജ്യത്തെ എങ്ങനെ അവർക്ക് പിന്തുണയ്ക്കാൻ കഴിയും? ആകെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ട്രംപ് മാത്രമാണ്. ട്രംപിനെ കിളിപോയ കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും രാജ്യം പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ കഴിയുമോ? കാരണം ഈ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ആ ഭീകരവാദിക്ക് അഭയം നൽകിയ, ബിൻ അഭയം നൽകിയ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ട്രംപിന്റെ അവസ്ഥ ഓർത്തു നോക്കൂ. അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവുണ്ടോ? തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇങ്ങനെ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ? കാരണം ഭീകരവാദികൾക്ക് അഭയം നൽകി. അമേരിക്ക പാകിസ്ഥാനിൽ എത്തിയാണല്ലോ ബിൻ കൊല്ലുന്നത്. അങ്ങനെ അഭയം നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും ഈ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പോരടിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന്. എന്താണ് ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന ഒരു രാജ്യം? അങ്ങനെ അവരെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ കൃത്യമാവും. അല്ലാതെ ഭീകരവാദത്തിന് എതിരായി നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ട്രംപിന് മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പലരും പറയുന്നത് ഇപ്പോൾ കൃത്യമായി വരികയല്ലേ ഈ പ്രസ്താവനയിലൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.